മെഡിക്കൽ കോളേജിൽ വനിതാ ഹൗസ് സർജനെ അസിസ്റ്റന്റ് പ്രൊഫസർ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന പരാതിയിൽ അന്വേഷണം തുടങ്ങി. ഒക്ടോബർ 24 നൈറ്റ് ഡ്യൂട്ടിക്കിടെ തിരുവനന്തപുരം സ്വദേശിയായ ഡോക്ടർ സെർബിൻ മുഹമ്മദ് വിദ്യാർത്ഥിക്ക് മദ്യം നൽകിയ ശേഷം മുറിയിൽ വെച്ച് ലൈംഗിക അതിക്രമത്തിന് ശ്രമിച്ചെന്നാണ് പരാതിയുള്ളത്. ബംഗാളിൽ ആശുപത്രിക്കുള്ളിൽ ഡോക്ടറെ പീഡിപ്പിച്ച് കൊന്നത് രാജ്യം ഞെട്ടിയ സംഭവമാണ്. അതിന് സമാനമായ ക്രൂരത പാരിപ്പള്ളിയിൽ അരങ്ങേറിയത്. വിദ്യാർത്ഥിയുടെ മനോധൈര്യം കൊണ്ടാണ് വലിയ ദുരന്തം സംഭവിക്കാതെ പോയത്. എന്നിട്ടും സെർബിൻ മുഹമ്മദിന് വേണ്ട രീതിയിൽ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ആരും ശ്രമിച്ചില്ല. ഒടുവിൽ നടപടികൾ വരുന്നു. ഡോക്ടർ ഒളിവിലും പോയി. കഴിഞ്ഞ ദിവസം പാരിപ്പള്ളി പോലീസ് കേസെടുത്ത് ഹൗസ് സർജന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ആരോപണ വിധേയത്തിനെതിരെ ആശുപത്രി സൂപ്രണ്ടിന് പരാതി നൽകി. തുടർന്ന് ഇയാളെ മെഡിക്കൽ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പ്രതി ഒളിവിലാണ് ഉള്ളത്. കഴിഞ്ഞ മാസമാണ് കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സർജനായ ഡോക്ടർ സെർബിൻ മുഹമ്മദ് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നതാണ് ജൂനിയർ വനിതാ ഡോക്ടറുടെ പരാതി. ആശുപത്രിയിൽ ഡോക്ടറുടെ മുറിയിൽ വെച്ച് മദ്യം നൽകി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പരാതിയിൽ പറയുന്നുണ്ട്. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനാണ് ആദ്യം പരാതി നൽകിയത്. 2 ആഴ്ച മുമ്പ് വകുപ്പ് തല അന്വേഷണം നടത്തിയ ശേഷം സെർബിൻ മുഹമ്മദിനെ സസ്പെൻഡ് ചെയ്തു. കഴിഞ്ഞ ദിവസം പാരിപ്പള്ളി പോലീസിന് കൈമാറിയ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ജൂനിയർ ഡോക്ടറുടെ മൊഴിയും പോലീസ് വിശദമായി രേഖപ്പെടുത്തി. മദ്യലഹരിയിലായിരുന്നുവെന്ന് സെർബിൻ മുഹമ്മദിന്റെ പീഡന ശ്രമം എന്നും പരാതിക്കാരി മൊഴി നൽകി. കേസെടുത്തതിന് പിന്നാലെ ഇയാൾ ഒളിവിൽ പോയതായിട്ട് പാരിപ്പള്ളി പോലീസ് അറിയിച്ചു. ഡോക്ടറെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. തിരുവനന്തപുരം ഉള്ളൂർ സ്വദേശിയാണ് ഡോക്ടർ സെർബിൻ മുഹമ്മദ്. യുവ ഡോക്ടറുടെ പരാതിയിൽ ആരോഗ്യ വകുപ്പ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേക അന്വേഷണ സംഘം മെഡിക്കൽ കോളേജിൽ എത്തി തെളിവുകൾ ശേഖരിച്ചു. ആരോപണ വിധേയനായ ഡോക്ടർ മദ്യപിച്ച ശേഷം ഡ്യൂട്ടിക്ക് എത്തിയിരുന്നു എന്നതും പരിശോധിക്കേണ്ടതുണ്ട്. പീഡന ശ്രമം നടന്ന അന്ന് തന്നെ പരാതി പോലീസിന് കൈമാറിയിരുന്നുവെങ്കിൽ പ്രതിയെ പിടികൂടാൻ പോലീസിന് കഴിയുമായിരുന്നു. ഉന്നത ബന്ധങ്ങളുള്ള ഡോക്ടർക്ക് രക്ഷപ്പെടാൻ ചിലർ അവസരമൊരുക്കിയിട്ടുണ്ട് എന്ന സൂചനകളുമുണ്ട്. വനിതാ ഡോക്ടർ പരാതിയിൽ നിന്നും പിന്മാറുമെന്ന പ്രതീക്ഷയും അവർക്കുണ്ടായിരുന്നു. എന്നാൽ അതും സംഭവിച്ചില്ല. അങ്ങനെയാണ് പരാതി പോലീസിലെത്തുന്നത്. ബംഗാളിലെ RG കാർ മെഡിക്കൽ കോളേജിൽ ജൂനിയർ ഡോക്ടറെ ബലാത്സംഗം ചെയ്തു കൊന്ന സംഭവത്തിൽ ബംഗാൾ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായിട്ട് കൊൽക്കത്ത ഹൈക്കോടതി അടക്കം രംഗത്ത് വന്നിരുന്നു. അത്യാഹിത വിഭാഗത്തിലെ നൈറ്റ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ജൂനിയർ ഡോക്ടറാണ് കൊല്ലപ്പെട്ടത്. 31-കാരിയായ PG ഡോക്ടറെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി സഞ്ജയ് റോയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഈ പ്രതിയെ രക്ഷിക്കാൻ നടന്ന ശ്രമങ്ങളാണ് രാജ്യവ്യാപകമായി പ്രതിഷേധത്തിന് കാരണമായത്. അന്ന് കേരളത്തിലെ ഡോക്ടർമാരും പ്രതിഷേധത്തിൽ അണിനിരന്നിരുന്നു. സമാനമായാണ് രാത്രിയിൽ കൊല്ലത്തെ ആശുപത്രിയിൽ പീഡന ശ്രമം ഡോക്ടർ നടത്തുന്നത്. പക്ഷേ കേരളത്തിലെ ഡോക്ടർമാരുടെ സംഘടനകൾ പോലും വിഷയം ഏറ്റെടുത്തില്ല. എന്തിലും അഭിപ്രായം പറയുന്ന ആരോഗ്യമന്ത്രി വീണ ജോർജും പ്രതികരിച്ചില്ല. ഈ നിശബ്ദത മുതലെടുത്താണ് ആ ഡോക്ടർ ഒളിവിൽ പോയത്. വിദേശത്തേക്ക് ഡോക്ടർ കടന്നുവെന്ന സൂചനകളുമുണ്ട്. ബംഗാളിലും ദില്ലിയുമെല്ലാം സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങളിൽ വലിയ തോതിൽ പ്രതികരിക്കുന്ന സംഘടനകൾ പോലും ഈ വാർത്ത അറിഞ്ഞ മട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. കേരളത്തിൽ ഇത്തരമൊരു നീതി നിഷേധം ആരും അറിയാതെ പോയോ എന്നാണ് ചോദ്യം.